രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയ കേരള ടീമിന് തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്വീകരണം നൽകി. നാട്ടിൽ ലഭിക്കുന്ന സ്വീകരണം ആവേശം പകരുന്നതാണെന്നും കേരളത്തെ ഇനിയും അഭിമാനത്തിലെത്തിക്കുമെന്നും സച്ചിൻ ബേബി പറഞ്ഞു. ടീമിന് KC ആസ്ഥാനത്തും വൻ സ്വീകരണമാണ് ഒരുക്കിയത്. സലിം മാലിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സലിം, KC ആസ്ഥാനത്തും വലിയ സ്വീകരണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. വിമാനത്താവളത്തിലും സമാനമായ രീതിയിലുള്ള സ്വീകരണം ഉണ്ടായിരുന്നു. നാളെയാണ് അനുമോദന ചടങ്ങ്. മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ അനുമോദന ചടങ്ങിന്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ? പ്രവിധ ആവേശകരമായ ഒരു ചടങ്ങ്, അതായത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന നേട്ടം. ആ സ്വപ്ന നേട്ടം കൈവരിച്ചു വന്ന കേരളത്തിന്റെ അഭിമാന താരങ്ങളെ ആവേശപൂർവ്വമായിരുന്നു ഈ രാത്രി 11 മണിയായെങ്കിൽ പോലും KC ആസ്ഥാനത്ത് ഒരു ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു അവരെ സ്വീകരിച്ചത്. സച്ചിൻ ബേബിയും സംഘവും എയർപോർട്ടിൽ നിന്ന് KC ആസ്ഥാനത്തിന് സമീപത്തെ റോഡിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ അവരെ സ്വീകരിച്ച് നാസിക് ഡോളിന്റെയും ഒപ്പം തന്നെ വലിയ ആർഭാടങ്ങളുടെയും നൃത്തച്ചുവടുകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി KC ആസ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടം, ഒരു സുവർണ്ണ നേട്ടമാണ്. രഞ്ജി കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും റണ്ണേഴ്സ് അപ്പ് കിരീടം പോലും കേരളം ഈ രഞ്ജി തുടങ്ങുമ്പോൾ ഉൾപ്പെടെ ആരുടെയും ഫേവററ്റുകളിൽ കേരളത്തിനല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിനും ആ നിലയിലൊരു പ്രതീക്ഷയോ എന്തെങ്കിലും കേരളം അത്ഭുതം കാണിക്കുമെന്നോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൃഢനിശ്ചയത്തോടുകൂടി മത്സരത്തിനിറങ്ങി ഓരോ മത്സരത്തിലും പരമാവധി മികവ് പുറത്തെടുത്ത് ഒരൊറ്റ മത്സരം പോലും പരാജയമറിയാതെയാണ് കേരളം ഈ നേട്ടം സമ്മാനിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ നിർഭാഗ്യത്തിന്റെ മാത്രം പശ്ചാത്തലത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ വഴങ്ങിയ ആ ലീഡ് കൊണ്ട് മാത്രമാണ് സമനിലയായെങ്കിലും രഞ്ജി കിരീടം എന്ന സ്വപ്ന നേട്ടം കേരളത്തിന് സാധ്യമാവാത്തത്. പക്ഷേ അപ്പോഴും 89 വർഷം നീണ്ട രഞ്ജി ചരിത്രത്തിൽ ഇത് ആദ്യമായി കേരളം ഫൈനലിൽ എത്തുന്നു. ആ ഫൈനലിൽ സെമിയിൽ പോലും ഇതിനു മുൻപ് ഒരു തവണ മാത്രമായിരുന്നു എത്തിയിരുന്നത്. അങ്ങനെ രണ്ടാം തവണ സെമി, ആദ്യ തവണ ഫൈനൽ ഉൾപ്പെടെയുള്ള ചരിത്ര നേട്ടം നേടി. അതിന് പിന്നാലെ വിദർഭ എന്ന അതിശക്തരെ വലിയ നിലയിൽ വിറപ്പിച്ച് ഏറ്റവും ഒടുവിൽ ആദ്യ ഇന്നിംഗ്സിന്റെ 37 റണ്ണിന്റെ മാത്രം ലീഡിന്റെ ബലത്തിൽ വിദർഭ കിരീടം ചൂടുമ്പോൾ ഇനി അടുത്തത് രഞ്ജി കിരീടം കൂടി ഈ KC ആസ്ഥാനത്തേക്ക് എത്തിക്കും എന്നൊരു വാശി കൂടി ആ ടീമിനുണ്ട്. അത് ഉറപ്പായും സംഭവിക്കും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. കാരണം ഈ റണ്ണേഴ്സ് ട്രോഫി GV രാജയുടെ, അതായത് KCയുടെ ഫൗണ്ടറും പ്രസിഡന്റുമായ GV രാജയുടെ ചിത്രത്തിന് മുൻപിൽ വെച്ചതിന് ശേഷമാണ് അവർ ആവേശപൂർവ്വം ഈ ഹാളിലേക്ക് പ്രവേശിച്ചത്. ഇപ്പോൾ KCA വക്താക്കൾ, KCA ഭാരവാഹികളൊക്കെ മാധ്യമങ്ങളുമായി സംസാരിക്കുകയാണ്. അതിന് പിന്നാലെ നാളെ 11 മണിക്ക് ഔദ്യോഗികമായ ഒരു പ്രസ് മീറ്റ് ഉണ്ട്. അതിന് പിന്നാലെ വൈകുന്നേരം 6 മണിക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഈ ടീമിന്, ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ടീമിന് അനുമോദന ചടങ്ങുമുണ്ട്. പ്രവിധ, സലിമാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. വലിയ ആവേശത്തിലാണ് രഞ്ജി ടീം തിരിച്ചെത്തുമ്പോൾ ആരാധകർ. വലിയ സ്വീകരണമാണ് വിമാനത്താവളത്തിൽ ഉൾപ്പെടെ നൽകിയത്. വിവരങ്ങളാണ് സലിം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.